ഇവിടെ UDF വച്ചു പുലർത്തുന്ന ആ വിജയ പ്രതീക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുന്നില്ല, ഡീൽ ഉണ്ടാകുന്നില്ല, കൃത്യമായി മുന്നണികളിലേക്ക് തന്നെ വോട്ട് ശതമാനം എത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ വോട്ട് ശതമാനം കൂടുമ്പോൾ UDFൽ ഒരു വലിയ വിജയ പ്രതീക്ഷയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് ഇത്തവണ തുണയ്ക്കും എന്ന് തന്നെയാണോ കരുതുന്നത്? അതോ കൃത്യമായി അത് BJPക്ക് കൂടുതൽ അനുകൂലമാകുന്ന, BJPക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വോട്ടിംഗ് മാറുന്ന സാഹചര്യമാണോ ഉള്ളത്? കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഒരു സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു വോട്ട് BJPക്ക് നൽകിക്കൊണ്ട് വെറുതെ വോട്ട് നൽകി അവരുടെ വോട്ട് പാഴാക്കുക എന്ന് പറയുന്നൊരു ലെവലിലേക്ക് ആളുകൾ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കോറായിട്ടുള്ള BJPയുടെ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതല്ലാതെ കേരളത്തിൽ അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് UDFന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ പിന്നാക്കം വലിച്ചിട്ടുള്ള ഒരു ഭരണമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഏത് കാര്യത്തിലാണെങ്കിലും പരിശോധിച്ചു. ഇപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്ന ലോഡ് ഷെഡിങ്, ആ ലോഡ് ഷെഡിങ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാത്തിനും കെടുകാര്യസ്ഥയാണ്. എന്തിനേറെ പറയുന്നു, ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ പരസ്യമായി സർക്കാരിനെ വിമർശിക്കുന്ന കാഴ്ച ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും രോഹിണി കണ്ടിട്ടുണ്ടോ? താങ്കളൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ. സ്വാഭാവികമായിട്ട് പരിശോധിച്ച് നോക്കൂ. മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകർ പുസ്തകം എഴുതുകയാണ്. ഒരു സർക്കാരിൽ നടന്നിട്ടുള്ള അഴിമതികളെക്കുറിച്ച്, അതിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച്, അതിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ, നിലവിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന അതിൻ്റെ സെക്രട്ടറിമാരടക്കം തുറന്നു പറയുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് വെറുതെ വോട്ട് പാഴാക്കുന്നത്? സ്വാഭാവികമായിട്ടും അതിനൊരു പരിഹാരം എന്ന നിലയിൽ ആളുകൾ കാണുന്നത് കേരളത്തിൽ UDF ആണ്. ആ UDF എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. പിന്നെ താങ്കൾ ചോദിച്ച മുസ്ലിം ലീഗിൻ്റെ കാര്യമാണ്. നോക്കൂ, കേരളത്തിൽ എത്രയോ വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ അടുത്ത കാലത്ത് 51 വീടുകൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർ വെച്ചു കൊടുത്തു. നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും, അതും ഏറ്റവും മികച്ച രീതിയിൽ വീട് വെച്ച് കൊടുത്തു. ഇപ്പോഴും ഒരു സർക്കാരിന് വയനാട്ടിൽ ആളുകൾക്ക് വീടുകൾ കൈമാറി എന്ന് ഉദ്ഘോഷിച്ചിട്ടുള്ള സർക്കാരിന് ആ വീടുകളുടെ താക്കോൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം പറയുകയാണ് അത് ചോർന്നൊലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മന്ത്രി ചുരണ്ടി നോക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവർക്കാർക്കും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗ് 51 വീടുകൾ കൈമാറിയെന്ന് മാത്രമല്ല, അവിടെ ആളുകൾ താമസിച്ചു തുടങ്ങി, പാലുകാച്ചി നടത്തി കഴിഞ്ഞു രോഹിണി. ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. അതെ, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രസ്താവന കൂടി നടത്തുകയുണ്ടായി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് തങ്ങൾ അർഹരാണ് എന്ന വാദഗതികളൊന്നും ഉയർത്തുന്നില്ല, പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് തങ്ങൾ അർഹരാണ് എന്ന് പാണക്കാട് നിന്ന് മാധ്യമപ്രവർത്തകർക്ക് മുൻപാകെ അത്തരത്തിലുള്ളൊരു പ്രസ്താവന വന്നത്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ ഭാഗത്തിനുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഘടകകക്ഷി എന്ന നിലയിൽ അവരത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ലാന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി തന്നെയാണ് ലീഗ്. അവരുടെ അകത്ത് ഭാഗമായിട്ട് ഉപമുഖ്യമന്ത്രിയുമായിട്ട് ഒരാൾ വന്നാൽ ഞങ്ങളതിനെ കുറച്ചൊന്നും കാണാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതിലെന്താ തെറ്റുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു ആവശ്യവാദമൊന്നും അല്ലെങ്കിൽ അവകാശവാദമൊന്നും ഉന്നയിക്കാൻ ലീഗ് തയ്യാറാവില്ല. അയാൾ തയ്യാറായാൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അഭിപ്രായത്തിൽ നിന്ന് തന്നെ വ്യക്തമല്ല, തുടക്കത്തിൽ ചോദിച്ചത് അതാണോ സമ്മർദ്ദം, സ്വാധീനം സമ്മർദ്ദമായി മാറുന്ന ഒരു സാഹചര്യം? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഒരുപാട് കാലമായി UDFൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. ഞങ്ങൾ വളരെയധികം 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർക്ക് CPMൻ്റെ ഭാഗമാകാമായിരുന്നല്ലോ. അവരത് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്കൊപ്പം ഒരു ഉറച്ചു നിന്നില്ലേ? എന്താ കാര്യം? അവർക്കറിയാം CPMനെ എത്രത്തോളം കാലം അല്ലെങ്കിൽ എത്രത്തോളം ഈ CPMൻ്റെ ഭരണവുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും കോൺഗ്രസിനോടൊപ്പം നിന്ന പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അവർ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചാൽ പോലും അത് തെറ്റാണെന്ന് കണക്കാക്കാൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല. കാരണം അതുപോലുള്ള പിന്തുണയാണ് ലീഗ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ളതും എന്ന കാര്യത്തിൽ നിന്ന് എനിക്കൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സമ്മർദ്ദതന്ത്രമായിട്ടൊന്നും അവർ മുന്നോട്ട് വരികയില്ല. ഈ അടിയുറച്ച് 10 വർഷമായി തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ശ്രീ JV ഹരി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് കോൺഗ്രസിന്റെ മാത്രം കുറ്റമാണ് എന്ന് മുസ്ലിം ലീഗ് പല പ്രസ്താവനകളും നടത്തിയതും കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇനി ഒരു ഭരണം ലഭിച്ചില്ല എങ്കിൽ അവരുടെ മനോനില എങ്ങനെയാകും എന്നുള്ളത് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ല, അതൊരു സാങ്കല്പിക ചോദ്യമായതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം അത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു.